ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരംകരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 63. ഗോവർദ്ധനോദ്ധാരണം. ദദൃശിരേ കില തൽക്ഷണമക്ഷതസ്തനിതജൃംഭിതകമ്പിതദിഗ്ധട സുഷമയാ ഭവദംഗതുലാം ഗദാ വ്രജപദോപരിവാരിധരാസ്ത്വയാ. ആ നിമിഷത്തിൽ തന്നെ അമ്പാടിയുടെ ഉപരിഭാഗത്തുള്ള ആകാശമണ്ഡലത്തിൽ നിരന്തരമായ ഗംഭീര ഗർജനത്താൽ ദിഗന്ധങ്ങളെ പ്രകമ്പിതമാക്കുന്നതും സൂക്ഷ്മാവിലാസം കൊണ്ട് അങ്ങയുടെ ശരീരസാദൃശ്യം വഹിക്കുന്നതുമായ കാർമേഘപടലങ്ങളെ അങ്ങ് ദർശിച്ചു. വിപുലകരകമിശ്രൈസ്തോയധാരാനിപാതൈർദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരിഹൃദാന്ന പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാഭിഭിത്യേധിഭാണി. വലിപ്പമുള്ള ആലിപ്പഴങ്ങൾ ഉതിർത്തുകൊണ്ട് ജലധാരകൾ വന്നു പതിച്ചപ്പോൾ ഗോപസമൂഹം എല്ലായിടത്തും സങ്കടപ്പെട്ടു. കുപിതനായ ഇന്ദ്രൻ വർഷിക്കുന്ന ഈ മഴയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നീ പ്രകാരം ഗോപന്മാരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ആർക്കും പരാജിതനാക്കാൻ കഴിയാത്ത ഭഗവാനെ, അങ്ങ് അവരോട് നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറഞ്ഞു. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശസ്ത്രോർവിഹതിമിഹ സരുദ്യാൻ കോനുപസംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവഗോവർദ്ധനാദ്രി ത്വരിതമുദമുമൂലോ മൂലദോ ബാലദോർഭ്യാം. ഈ ഗോപാലവംശത്തിൻ്റെ കുലദൈവമാണ് പർവ്വതം. പർവ്വതശത്രുവായ ഇന്ദ്രനിൽ നിന്നുണ്ടായ ആപത്തിനെ അവൻ തടയും. അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടാകരുത് എന്ന് മന്ദസ്മിതപൂർവം പറഞ്ഞുകൊണ്ട് അങ്ങ് തൻ്റെ ബാലകരങ്ങളാൽ ഗോവർദ്ധന പർവ്വതത്തെ മൂലത്തോടുകൂടി പറിച്ചെടുത്തു. തദനുഗിരിവരസ്യ പ്രോദ്രുതസ്യാസ്യ താവത് സിഗതിലമൃദുദേശേ ദൂരദോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനദസ്ഥാതുതുപനിദദത്തഗസ്തപത്മേന ശൈലം. ഭൂമിയിൽ നിന്നുയർത്തപ്പെട്ട ആ പർവ്വതത്തിൻ്റെ മണൽ നിറഞ്ഞു മൃദുലമായതും വെള്ളത്തിൻ്റെ ബാധ തട്ടാത്തതുമായ കീഴ്ഭാഗത്ത് എല്ലാ സാധനസാമഗ്രികളോടും കൂടിയ ഗോപന്മാരെയും ഗോക്കളെയും ഒരുക്കി നിർത്തിക്കൊണ്ട് അങ്ങ് സുന്ദരമായ കരപത്മത്താൽ പർവ്വതത്തെ ധരിച്ചു നിലകൊണ്ടു. ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈരവിഹിതവിലാസം കേളിലാപാതിലോലേ സവിതമിളിതധേനൂരേകഹസ്തേന കണ്ടൂയതി സതി പശുപാലാസ്തോഷമൈഷന്ത സർവേ. അങ്ങ് ആ മഹാശൈലത്തെ ഉയർത്തിക്കൊണ്ടു നിന്നിരുന്നപ്പോൾ ബാലികമാരെയും സമവയസ്കരെയും കടാക്ഷവിലാസങ്ങളാലും വിനോദാലാപനാസക്തിയാലും ആനന്ദിപ്പിച്ചിരുന്നു. അരികിൽ ചേർന്ന് നിൽക്കുന്ന പശുക്കളെ അങ്ങ് ഒരു കൈയാൽ തലോടിക്കൊണ്ടിരുന്നു. ആ വിധത്തിൽ ഗോപന്മാരും ഗോക്കളും സന്തുഷ്ടരായി ഭവിച്ചു. അതിമഹാൻ ഗിരിശേഖതുവാമകേ കരസരോരുഹിതം ധരദേ ചിരം കിമിതബൽഭുതമദ്രിബലം നിദീത്വദവലോകിഭിരാകതി ഗോപഗൈ. ഈ പർവ്വതം വളരെ വലിയതാകുന്നു. ബാലകനാകട്ടെ മൃദുലമായ ഇടത്തെ കരപത്മത്താൽ അതിനെ വളരെ നേരമായി അനായാസം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു.
ഇത് പർവ്വതത്തിൻ്റെ സിദ്ധിബലമാണോ എന്ന് അങ്ങയെ നോക്കി നിൽക്കുന്ന ചില ഗോപന്മാർ സംശയിച്ചു പറഞ്ഞു. അഹഹദാർഢ്യമമുഷ്യവടോർഗിരിം വ്യഥിതബാഹുരസാവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസസപ്തകമുഗ്രമവർഷയത്. ഈ ബാലൻ്റെ അഹങ്കാരം വിസ്മരണീയം തന്നെ. കൈക്ക് വേദന അനുഭവപ്പെടുമ്പോൾ ഇവൻ പർവ്വതത്തെ താഴെ വയ്ക്കും എന്നു പറഞ്ഞ് അങ്ങയെ പരിഹസിച്ച് ഇന്ദ്രൻ 7 ദിവസം ഉഗ്രമായ മഴ പെയ്യിച്ചു. അജലദീ ത്വയി ദേവപദാൽപദം ഗളിത സർവജലേച്ഛ ഘനോൽക്കരേ അപഹൃദേ മരുതാമരുതാംബദീസ്ത്വദഭിശങ്കിദധീ സമുപാദ്രവത്. ഹേ ദേവ, അങ്ങ് പാദമുറപ്പിച്ചെടുത്തു നിന്ന് ഒരടി പോലും അനങ്ങിയില്ല. മേഘങ്ങളിലെ ജലം മുഴുവൻ വർഷിച്ചു തീരുകയും ശേഷിച്ചതിനെ കാറ്റ് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദേവേന്ദ്രൻ അങ്ങയെ പേടിച്ച് സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങി. ശമമുപേയുഷി വർഷഭരേ തദാ പശുപതേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. അപ്പോൾ കഠിനമായ വർഷധാര അടങ്ങി. ഗോപന്മാരുടെയും ഗോക്കളുടെയും കൂട്ടങ്ങൾ പോയി. സർവശക്തനായ ഭഗവാനെ, അങ്ങ് അപ്പോൾ പർവ്വതത്തെ ഭൂമിയിൽ തന്നെ സ്ഥാപിച്ചു. ആനന്ദഭരിതരായ ഗോപന്മാർ അങ്ങയെ ആലിംഗനം ചെയ്തു. ധരണിമേവ പുരാധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ശ്രമ ഇതിനുദസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. വരാഹമായ അവതരിച്ച ഭൂമിയെ തന്നെ വഹിച്ച് അങ്ങയ്ക്ക് പർവ്വതത്തെ ഉയർത്തുന്ന കാര്യത്തിൽ ഒട്ടും ശ്രമപ്പെടേണ്ടതില്ലെന്ന് ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട അല്ലയോ ലക്ഷ്മീപദേ, ഗുരുവായൂർനാഥ, എന്നെ സർവ്വരോഗങ്ങളിൽ നിന്നും വിമുക്തനാക്കണമേ. ശ്രീ ഗുരുവായൂരപ്പാ, രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.